2025 നവംബർ 21 കേന്ദ്ര സർക്കാർ പുതിയ ലേബർ കോഡ് പുറത്തിറക്കി. തൊഴിൽ മേഖലയെ നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഈ രേഖ പുറത്തിറക്കിയത്. നിലവിലുണ്ടായിരുന്ന 29 നിയമങ്ങൾക്ക് പകരമായിട്ടാണ് പുതിയ കോഡ്. പുതിയ ലേബർ നിയമത്തിൽ 4 കോഡുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തേത് സാലറി കോഡാണ്. കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന കുറഞ്ഞ വേതനം എല്ലാ സ്ഥാപനങ്ങളിലും നൽകണം. സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിൽ മാറ്റം വരുത്താൻ അവകാശമുണ്ടായിരിക്കുന്നതല്ല. വേതനം കൃത്യസമയത്ത് നൽകണം. തൊഴിലാളികളുടെ PF, ഗ്രാറ്റുവിറ്റി, പെൻഷൻ എന്നിവ അവരുടെ മൊത്തം ശമ്പളത്തിൻ്റെ പകുതിയിൽ കൂടുതലാകാൻ പാടില്ല. രണ്ടാമത്തേത് ഇൻഡസ്ട്രിയൽ കോഡാണ്. അതിൽ നിയമനം, പിരിച്ചുവിടൽ, പണിമുടക്ക്, ട്രേഡ് യൂണിയൻ എന്നിവ ഉൾപ്പെടുന്നു. ഇതനുസരിച്ച് കമ്പനിയിൽ 300-ൽ താഴെയാണ് ജീവനക്കാരെങ്കിൽ സർക്കാരിൻ്റെ അനുമതി കൂടാതെ അവരെ പിരിച്ചുവിടാവുന്നതാണ്. നേരത്തെ 100-ൽ താഴെ ജീവനക്കാരുള്ള കമ്പനികൾക്ക് മാത്രമാണ് ഈ അധികാരമുണ്ടായിരുന്നത്. അതേസമയം തൊഴിലാളികൾക്ക് അനുകൂലമാണ് അവിടെ പറയുന്ന മറ്റൊരു കാര്യം. 5 വർഷം പൂർത്തിയാക്കുന്നവർക്കാണ് നേരത്തെ ഗ്രാറ്റുവിറ്റി അനുവദിച്ചിരുന്നത്. പുതിയ കോഡിൽ 1 വർഷം പൂർത്തിയാകുന്നവർക്കും അതിന് അവകാശം അനുവദിക്കുന്നുണ്ട്. മൂന്നാമത്തേത് സാമൂഹിക സുരക്ഷാ കോഡാണ്. തൊഴിൽ മേഖലയിലെ അസംഘടിതരെ കൂടി ഈ കോഡിന് കീഴിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഇതിൻ പ്രകാരം ഇനി മുതൽ തൊഴിലാളികൾക്ക് പ്രോവിഡന്റ് ഫണ്ടും പ്രസവാവധി പോലെയുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. നാലാമത്തേത് തൊഴിൽ സുരക്ഷ, ആരോഗ്യ, തൊഴിൽ സാഹചര്യ കോഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ കോഡ് അനുസരിച്ച് തൊഴിൽ സുരക്ഷ ഉറപ്പാകുന്നു. 8 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെയാണ് ജോലി സമയം. ആഴ്ചയിലാകട്ടെ 48 മണിക്കൂറും. സ്ത്രീകൾ നൈറ്റ് ഷിഫ്റ്റിന് എത്തുന്നുവെങ്കിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കണം. അവരുടെ സമ്മതം വാങ്ങി മാത്രമേ അവരെ ഡ്യൂട്ടിക്ക് ഇടാൻ സാധിക്കുകയുള്ളൂ. ഈ കോഡിൽ പറയുന്ന മറ്റൊരു കാര്യം, 40 വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് ആണ്ടിലൊരിക്കൽ സൗജന്യമായ ആരോഗ്യ പരിശോധന നൽകണം എന്നുള്ളതാണ്. ഈ തൊഴിൽ കോഡ് പ്രസിദ്ധീകരിച്ചതറിഞ്ഞ് കേരളത്തിലെ മാധ്യമങ്ങളിലെ ചിലത് വലിയ തോതിൽ അതിൻ്റെ അവതാരകർ തന്നെ ഉറഞ്ഞു തുള്ളി സംസാരിക്കുന്നത് കേൾക്കാനിട വന്നു. കേട്ടാൽ തോന്നും തൊഴിലാളികളുടെ അവകാശങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ലേബർ കോഡാണ് വേണ്ടത്, തൊഴിലുടമകളെ പരിഗണിക്കേണ്ടതേയില്ല എന്ന്. അത് ശരിയല്ല. രാജ്യവികസനത്തിന് 2 കൂട്ടരും അത്യന്താപേക്ഷിതമാണ്.